ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകുകയാണ്. ബി.ജെ.പി. ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഇന്ന് എപ്പോഴാണ് പദയാത്ര ആരംഭിക്കുക? കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര പൂർത്തിയാക്കി എന്നാണ് യാത്ര അവസാനിപ്പിക്കുന്നത്. യാത്രയുടെ ഒരു പൂർണ്ണമായ ഷെഡ്യൂൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വിഷ്ണു, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് ഈ പദയാത്രയുടെ മുദ്രാവാക്യം. ഇത് ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് താളിപ്പടപ്പ് മൈതാനത്ത് വെച്ച് ബി.ജെ.പി. ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് രാവിലെ മധൂർ മദനേശ്വരം സിദ്ധി വിനായക ക്ഷേത്ര ദർശനത്തോടെയാണ് ഈ കെ സുരേന്ദ്രന്റെ കാസർഗോഡ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കമാവുക. തുടർന്ന് 10:30 കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗങ്ങളും പങ്കെടുക്കും. എന്തായാലും ഈ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനമാണ് ഈ പദയാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണത്തിനൊപ്പം മാസപ്പടി അടക്കമുള്ള വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെയായുള്ള കൂടുതൽ ആരോപണങ്ങളും ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. സാധാരണ പദയാത്രകൾ കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു ഷെഡ്യൂളാണെങ്കിൽ ഇവിടെ ഈ പദയാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തി തുടർന്ന് ഫെബ്രുവരി 27 പാലക്കാടാണ് ഈ യാത്രയുടെ ഒരു സമാപനം വെച്ചിട്ടുള്ളത്. ഏതായാലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 10 കിലോമീറ്റർ വീതം നടത്തുന്ന യാത്രയിൽ എല്ലായിടത്തും തന്നെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കുമെന്നാണ് സൂചന വരുന്നത്. മാത്രമല്ല പദയാത്രയിലുടനീളം സദാപ്രവർത്തകരോടൊപ്പം നടന്നു നീങ്ങാനും, അതായത് ദേശീയ നേതാക്കളടക്കം നടന്നു നീങ്ങാനുള്ള ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ജനുവരി 27 ഫെബ്രുവരി 23 ഇടയിൽ പദയാത്രയില്ലാത്ത ഒരു ദിവസം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി തന്നെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയും നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല പദയാത്ര നടന്ന എല്ലാ ദിവസങ്ങളിലും രാവിലെ ഔട്ട്റീച്ച് പരിപാടി ഉണ്ടാകും. അതായത് ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും മത, സാമുദായിക, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പൗരപ്രകൃതമായി ചർച്ച നടത്തുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നതിന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പുറമെ വിവിധ ഹിന്ദു സാമുദായിക സംഘടനാ നേതാക്കളെയും ഇത്തരം ഔട്ട്റീച്ച് പരിപാടികളിൽ കാണും. ചെറു സമുദായിക സംഘടനകളുടെ ആസ്ഥാനങ്ങൾ സന്ദർശിക്കാനും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ തുടങ്ങിയിട്ടുള്ള എ ക്ലാസ് നഗരങ്ങളിൽ വികസന സെമിനാറുകൾ നടത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആനന്ദ്, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ് പദയാത്രയുടെ മുദ്രാവാക്യം. ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും പദയാത്ര എത്തിച്ചേരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പദ്ധതികളാണ് ഇതുവരെയും പ്രാവർത്തികമാക്കിയത് തുടങ്ങിയ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾക്ക് കൂടിയാണ് ഈ യാത്ര തുടക്കം കുറിക്കുന്നത് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായും അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും ആളുകളിലേക്ക് തീർച്ചയായും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഈ പദയാത്രയോടുകൂടി ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രവർത്തകരെ കൃത്യമായി സജ്ജീകരിക്കുക, പ്രവർത്തകരെ ക്രോഡീകരിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ഉദ്ദേശവും ഈ പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് കാസർഗോഡ് ഈ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ തന്നെ രാവിലെ പ്രവർത്തകരുമായി ഈ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംവദിക്കുകയും തുടർന്ന് കുറച്ചു ദൂരം അവരോടുകൂടി സഞ്ചരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഫെബ്രുവരി 23 പാലക്കാട് ഈ സമാപന സമ്മേളനത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുക്കുന്നത്. അദ്ദേഹവും ഒരു 10 കിലോമീറ്റർ നടക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കൂടാതെ നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, ശോഭ കരന്തലജെ തുടങ്ങിയ നേതാക്കളും ഈ പദയാത്രയിൽ വിവിധ ഭാഗങ്ങളിലായി പങ്കെടുക്കും. എന്തായാലും കൃത്യമായി ബി.ജെ.പി. ലക്ഷ്യമിടുന്നത് എ ക്ലാസ് മണ്ഡലങ്ങൾ അടക്കമുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായി പ്രവർത്തകരോട് ഇഴുകിച്ചേർന്ന് നരേന്ദ്രമോദിയുടെ എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് വിശദീകരിക്കുക, ഓരോ താഴെ തട്ടിലേക്ക് അടക്കം അത് എത്തിക്കുകയും അത് സാമുദായിക നേതാക്കന്മാരെ അടക്കം ഒന്നിച്ചു ചേർന്ന് ഉള്ള ഒരു മുന്നേറ്റം എന്ന് തന്നെയാണ് ബി.ജെ.പി. ഈ ഒരു പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള പദയാത്ര ബി.ജെ.പി. നടത്തുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. വൈകിട്ട് 3 മണിക്കാണ് പദയാത്രയുടെ തുടക്കം. ആനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.